ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കണു, പ്രതീക്ഷിക്കണു. ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോൻ്റെ അകത്തെ ആസ് എ പ്രേക്ഷകൻ ഞാൻ എൻ്റെ ചില ആഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ മമ്മൂട്ടി, ദ വൺ ആൻഡ് ഓൺലി മെഗാസ്റ്റാർ മമ്മൂട്ടി, നമ്മുടെ സ്വന്തം മമ്മൂക്ക. മമ്മൂക്ക ഇപ്പോ വളരെ നല്ല രീതിയിൽ നല്ല അടിപൊളി പടങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെ സുഖമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ കളങ്കാവലായിക്കോട്ടെ, നല്ല അടിപൊളി ഗംഭീര സിനിമ, നല്ല ഗംഭീര ക്യാരക്ടർ. കളങ്കാവല് മാത്രമല്ല പറയുന്നത്, കഴിഞ്ഞ യെസ് ബസൂക്ക പൊട്ടി, ബട്ട് സ്റ്റിൽ കഴിഞ്ഞ കുറച്ച് മമ്മൂക്കയുടെ കണ്ടിന്യൂസ്ലി ഇറങ്ങിയ സിനിമകളിൽ എടുത്തു നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത സിനിമകളായിരുന്നു, വ്യത്യസ്ത കഥാപാത്രങ്ങളായിരുന്നു, സക്സസ് റേറ്റും വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് ആസ് എ ഫാൻ ഞാൻ വളരെ ഹാപ്പിയാണ്. ബട്ട് ഈ ഒരു സാഹചര്യത്തില് നല്ല അടിപൊളി സ്ക്രിപ്റ്റില് നല്ല അടിപൊളി കഥാപാത്രം, അങ്ങനെ ഒരു സിനിമ വരണം. അതായത് അങ്ങനെ ഒരു ഗാങ്സ്റ്റർ സിനിമ വരണമെന്ന് ഇവിടെയുള്ള ഒട്ടുമിക്ക മമ്മൂക്ക ഫാൻസും ആഗ്രഹിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ന്യൂട്രൽ ഫാൻസും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു കിടിലൻ സ്ക്രിപ്റ്റില് കിടിലൻ ക്യാരക്ടറിലെ മമ്മൂക്കയുടെ ഒരു ഗാങ്സ്റ്റർ സിനിമ വരുമ്പോ ഉണ്ടാവുന്ന ഒരു ഹൈപ്പ് നിസ്സാരമായിരിക്കില്ല. തിയേറ്റർ കത്തും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. തിയേറ്റർ കത്തും. ഐ റിപ്പീറ്റ്, അതിന് നല്ല കിടിലൻ സ്ക്രിപ്റ്റില് വരണം, കിടിലൻ സ്ക്രിപ്റ്റില് വരണം, കിടിലൻ കഥാപാത്രം ആയിരിക്കണം അത്. അങ്ങനെയാണെങ്കിൽ സംഗതി ആന, ആനയുടെ വലിപ്പം അറിയും. ആനയുടെ വലിപ്പം എന്താന്നുള്ളത് നമുക്കറിയാം, മമ്മൂക്കയ്ക്കും അറിയായിരിക്കും. പക്ഷെ അത് കുറച്ചുകൂടി ഇങ്ങനെ 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 നിൽക്കുന്ന ഒരു സാധനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ആ ലെവലിലേക്ക് പോകും. അങ്ങനൊരു സിനിമ ഇറങ്ങി ഫുൾ പോസിറ്റീവ് വരികയാണെന്നുണ്ടെങ്കിൽ, പക്ഷെ അത് അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തണം. അപ്പൊ ഞാൻ അങ്ങനെ ഒരു പരിപാടി കാണാൻ വേണ്ടിയിട്ട് വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളരെ ആക്രാന്തത്തോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഓഫ് കോഴ്സ് ഒരു സാധനം വരുന്നുണ്ട്, ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ഖാലിദ് റഹ്മാന്റെ പടം മമ്മൂക്ക വെച്ചിട്ടുള്ള പരിപാടിയാണ്. അത് ഗാങ്സ്റ്റർ ആണോ എന്തോ പരിപാടി ഒന്നും അറിയില്ല, ബട്ട് അതൊരു ആക്ഷൻ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സാധനമാണെന്നാണ് ഞാൻ ഇതുവരെയുള്ള ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത്. ആൻഡ് അതിന്റെ പ്രൊഡക്ഷൻ ടീം തന്നെ അടിപൊളിയാണ്, നമുക്കറിയാം. പ്രൊമോഷന്റെ കാര്യത്തിലും യാതൊരു പഞ്ഞും ഉണ്ടാവില്ല. അവരുടെ സൈഡിൽ നിന്ന് ഗംഭീരമായ പ്രൊമോഷൻ പരിപാടികളൊക്കെ നടത്തിക്കൊള്ളും. അപ്പൊ അതിനൊരു കുറവില്ല. അപ്പോൾ ആ രീതിയിലൊരു ഹൈപ്പ് അത് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ആക്ച്വലി കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഇറങ്ങാറാവുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് വരുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഹൈപ്പ് ഇനിയും കയറിക്കൊണ്ടേയിരിക്കും. ആൻഡ് അത് ബുക്കിംഗ് സ്റ്റാർട്ട് ആവുന്ന സമയത്ത് ഭീകര ബുക്കിംഗിലേക്ക് പോകും. അത് മാത്രം പോരാ, അത് ഭീകര സ്ക്രിപ്റ്റും കൂടിയാണ് എന്നുണ്ടെങ്കിൽ ആവണം. ഭീകര സ്ക്രിപ്റ്റും കൂടി ആവുകയാണെന്നുണ്ടെങ്കിൽ, ഗംഭീര പോസിറ്റീവും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക, ഞാൻ ഈ 100 കോടി, 50 കോടി, 150 കോടി, 200 കോടി എന്ന് പറയുന്ന സംഗതിയിലൊന്നും ആസ് എ പ്രേക്ഷകൻ ഞാൻ ഭയങ്കരമായിട്ട് കൺസേൺഡ് അല്ല. അല്ലെങ്കിൽ ഞാൻ അത് ഇന്നാൾ അങ്ങനെ അടിക്കണം അങ്ങനെ അടിക്കണം എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഞാനത് ബോധയുടെ അല്ല. എനിക്ക് നല്ല സിനിമ കിട്ടിയാൽ മതി എന്നുള്ളൊരു സംഗതി മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇപ്പൊ പറഞ്ഞ ആ ഒരു സിനേരിയോ എല്ലാ രീതിയിലും ഒത്തുവരികയാണെന്നുണ്ടെങ്കിൽ, വെറുതെ മിക്സഡോ ആവറേജോ അല്ലെങ്കിൽ ഒരു കുഴപ്പം അങ്ങനെ പോരാ. അതല്ലാതെ ഈ പറഞ്ഞ സിനേരിയോ എല്ലാ രീതിയിലും 100% ഒത്തു വരികയാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു 95% അല്ലെങ്കിൽ 90% ഒത്തു വരികയാണെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന 100 crore എന്ന് പറയുന്ന ലെവലിലേക്ക് ആക്ച്വലി എത്തും. ഞാൻ പറയുന്നു 100 crore ഒന്നും ഞാൻ കൺസേൺഡ് അല്ല, അല്ലെങ്കിൽ സിനിമ ലവേഴ്സ് ആക്ച്വലി ക്രോസിനെ കുറിച്ചിട്ട് കൺസേൺഡ് അല്ല. പക്ഷേ വെൻ ഈ ക്രോസിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ, അത് മീറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ പറയുന്ന സെനേറിയോ സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ആ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഈ 100 കോടി എന്ന് പറയുന്ന സാധനം അടിയും. അപ്പൊ ആനയുടെ വലിപ്പം എന്താണെന്നുള്ളത് ആ രീതിയിൽ അങ്ങോട്ട് അറിയിക്കും. ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണേ, വെയിറ്റ് ചെയ്യണം. ഇതിപ്പോ ഞാൻ എന്താ പറയാൻ കാരണം എന്നറിയോ? എന്താ പറയാൻ കാരണം മനസ്സിലായേ? വെറുതെ വന്നിട്ട് ഇങ്ങനെ ഒരു എന്താണ് മുണ്ടോണ്ടിരിക്കുന്ന പട്ടരക്ക് വിളി വന്നു എന്ന് പറഞ്ഞ പോലെ വന്നിരുന്ന് വീഡിയോ ചെയ്യുകയല്ല. ഞാന് 2-3 ദിവസം മുമ്പ്
രാത്രി കുത്തിയിരുന്നിട്ട് ബിഗ് ബി കണ്ടു. ബിഗ് ബി കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ആക്ച്വലി ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ സം പേഴ്സണൽ റീസൺസ് കാരണം വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, അങ്ങനെ വിട്ടുപോയത്. അതുകൊണ്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. ആക്ച്വലി ഇപ്പൊ ഞാൻ ലേറ്റ് നൈറ്റിലാണ് ഈ ഒരു വീഡിയോ ഇരുന്ന് ചെയ്യുന്നത്. ബിഗ് ബി, ബിഗ് ബിയിലുള്ള ക്യാരക്ടർ അത് കുറച്ചും കൂടിയും വലിയൊരു ക്യാൻവാസില് ആ ക്യാരക്ടറിനെ കുറച്ചും കൂടി ഒരു പരിപാടിയൊക്കെ ആയിട്ട് അങ്ങോട്ട് അമലേട്ടൻ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പിടി ഇറക്കും? എപ്പിടി ഇറക്കും? ആ ക്യാരക്ടറിനെ ഇങ്ങനെ ചങ്ങലക്കിട്ട് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതൊന്ന് പണിയെടുത്തൂടെ അതില്? അതൊന്ന് ഇറക്കി വിട്ടൂടെ അമലേട്ടാ, മിസ്റ്റർ അമൽ നീരദ്? ആക്ച്വലി ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ പടത്തിന് വേണ്ടിയിട്ട് ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി തന്നെ വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ ബിഗ് ബി എന്ന് പറയുന്നത് വളരെ പേഴ്സണലാണ് ഇവിടെയുള്ള പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ ഞാനിത് ബിഗ് ബിയുടെ കാര്യം എടുത്തു പറയാൻ കാരണം 2 ദിവസം മുമ്പ് ആ പടം കണ്ട എന്റെ ചൂട്. പിന്നെ ഇപ്പതാ അമൽ നീരദ് ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്, DEUX എന്ന് പറഞ്ഞിട്ട്. എന്റെ ഇംഗ്ലീഷ് അർത്ഥം 2 എന്നെന്തോ ആണ്. ബാച്ചിലർ പാർട്ടി 2 ആണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു സാധനം ഇപ്പൊ അനൗൺസ് ചെയ്തിട്ടുണ്ട് നെസ്ലിനും ഒക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ പോലെ മൂപ്പര് ഫേസ്ബുക്കിൽ ഇട്ട സമയത്ത് അതിന്റെ താഴെ മൊത്തം അമൽ നീരദിന് തെറിവിളിയാണ്. തെറിവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആൾക്കാർ ഇരുന്ന് തെറിവിളിക്കുക, ചീത്ത വിളിക്കുക, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിന്റെ താഴെ ആൾക്കാരുടെ ഒരു സങ്കടവും ദേഷ്യവും അല്ലെങ്കിൽ ആ കാത്തിരിപ്പിൻ്റെതായ ഒരു മുഷിപ്പും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അവിടെ ആൾക്കാർ ചോദിക്കുന്നത്, നിങ്ങള് ബിഗ് ബി എന്താണ് ഇറക്കി വിടാത്തത്? ഇറക്കാൻ ഉദ്ദേശം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് DP മാറ്റുക എന്നാണ് പറയുന്നത്. അമൽ നീരദിന്റെ DPയിൽ ഇപ്പോഴും ബിഗ് ബിയുടെ മമ്മൂട്ടിയാ, മാറ്റിയിട്ടില്ല പുള്ളി. അപ്പൊ ആൾക്കാർ അങ്ങനെ ഒരു രോക്ഷപ്രകടനം ആക്ച്വലി നടത്തുന്നുണ്ട് ഇപ്പൊ ഈ ഒരു സാധനം പുള്ളി അനൗൺസ് ചെയ്ത സമയത്ത്. അത് ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. എനിക്ക് അമൽ നീരദിനോട് ദേഷ്യമോ അല്ലെങ്കിൽ വിഷമോ പരിപാടികളോ ഒന്നും ആക്ച്വലി ഇല്ല. അങ്ങേര് കിടലൻ ഫിലിം മേക്കറാണ്. എനിക്ക് ഈവൻ ലാസ്റ്റ് ഇറങ്ങിയ ബൊഗൈൻവില്ല പോലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വർക്കായ ഒരു സിനിമയാണ്. ബിക്കോസ് അതിൽ കുഞ്ചാക്കോ ബോബന്റെ പെർഫോമൻസ്, പിന്നെ അതില് മറ്റേ പുള്ളിക്കാരുടെ പെർഫോമൻസ് ഒക്കെ ജ്യോതിർമയി കിടിലനായിരുന്നു. എനിക്ക് വർക്കായ ഒരു സിനിമയാണ്. കിടിലൻ ഫിലിം മേക്കറാണ്, കിടിലൻ മേക്കറാണ് പുള്ളി. എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ആസ് എ മമ്മൂട്ടി ഫാൻ നമ്മൾ വളരെ കൊതിച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ ബിഗ് ബി. അത് വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ അതിനെ കുറിച്ചിട്ട് ചങ്ങാതി ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്നുള്ളൊരു കാര്യത്തിൽ വിരോധമില്ല, വിഷമം ആക്ച്വലി ഉണ്ട്. ബാക്കിയെല്ലാം അതിന് ശേഷം പുള്ളി വേറെ പടങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുതിയ പടം അനൗൺസ് ചെയ്തു. അപ്പൊ എന്ത് പറ്റി ബിഗ് ബിക്ക്? ബിലാലിന് എന്ത് പറ്റി? ഇത്ര നല്ലൊരു ക്യാരക്ടറിനെ വെച്ചിട്ട് ഇത്രയും ഗംഭീരമായ ഭംഗിയിൽ മമ്മൂക്കേനെ പ്രസന്റ് ചെയ്യാൻ, സ്റ്റൈലായിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അമൽ നീരദ് അങ്ങനെ അത് കളയേണ്ട ഒരു പ്രൊജക്റ്റ് ആണോ? വിട്ടുകളയെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം വെറുതെ ഒരു ഭംഗിക്ക് ബിഗ് ബിയിലത്തെ മമ്മൂക്കയുടെ പടം ഇങ്ങനെ DPയിൽ വെക്കുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അത് സൂൺ ഓർ ലേറ്റർ അത് ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉള്ളിലുള്ള വിശ്വാസം. പക്ഷെ അതിങ്ങനെ വൈകി പോകുന്നതിൽ ആക്ച്വലി വിഷമമുണ്ട്. കാരണം ബിഗ് ബി ഇസ് പേഴ്സണൽ. ബിഗ് ബി എന്ന് പറയുന്നത് എടോ എന്ത് സ്റ്റൈലടോ അതിൽ മമ്മൂട്ടി. ഒരു കമന്റ് ഞാൻ ആ പോസ്റ്റിന്റെ താഴെ ആക്ച്വലി കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഏത് പടം ചെയ്താലും, അതായത് അമൽ നീരദിനോട് പറയണേ, നിങ്ങൾ ഏത് പടം ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ മമ്മൂക്കേനെ വെച്ചിട്ടൊരു സാധനം ചെയ്യുന്ന സമയത്ത് അതിന്റെ ഭംഗി വേറെയാണെന്ന്. അത് ആക്ച്വലി ഫാക്റ്റാ. കാരണം മമ്മൂക്ക എന്ന് പറയുന്നത് സുന്ദരൻ എന്നൊന്നല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അത് ക്ലീഷേഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. മമ്മൂക്ക എന്ന് പറയുന്നത് മമ്മൂക്കയുടെ ഒരു സ്റ്റൈലുണ്ട്, മമ്മൂക്കയുടെ ഒരു സ്വാഗ്, മമ്മൂക്കയുടെ ഒരു ബലം ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ബലം, ആ ഒരു വെയിറ്റ്, ആ ഒരു ഗാംഭീര്യത, ആ ഒരു ശബ്ദത്തിലുള്ള ഗാംഭീര്യത ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു ഓറ എന്ന് പറയുന്ന ഒരു സാധനം, അത് ഭയങ്കര സ്റ്റൈലായിട്ട് എന്താ പറയാ അമൽ നീരദിന്റെ ഫ്രെയിമിൽ വരുന്ന സമയത്തേ അത് വേറെ ലെവല് സെറ്റപ്പാണെന്നേ. അപ്പൊ അത് ഒബ്വിയസ്ലി ആൾക്കാർ അത് മിസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത് വരുന്നു പറഞ്ഞ് കാത്തിരുന്നിട്ട് അത് വരാതെയാവുന്ന സമയത്ത് ആ ഒരു നീരസം ആക്ച്വലി ഉണ്ട്. സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾക്കായിക്കോട്ടെ, അല്ലെങ്കിൽ മമ്മൂക്ക ഫാൻസിനായിക്കോട്ടെ, അത് തരാതിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു വിഷമം ഒബ്വിയസ്ലി ഉള്ളിൻ്റെ ഉള്ളിൽ ആക്ച്വലി ഉണ്ട്. അത് ഇനി അമൽ നീരദ് ഏതൊക്കെ പടങ്ങള് ഇനി മുമ്പോട്ട് ഗംഭീര സിനിമകളായിക്കോട്ടെ മുമ്പോട്ട് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാലും
ബിഗ് ബി എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് ഒരു അപ്ഡേറ്റ് തരാതിരിക്കുക, അല്ലെങ്കിൽ ആ, അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ ആ ഒരു വിഷമം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. അത് മാറാൻ പോകുന്നില്ല. കാരണം പീപ്പിൾ ആർ വെയിറ്റിംഗ് സോ മച്ച്. എന്താ പറയുക, വളരെ ആക്രാന്തത്തോട് കൂടിയിട്ട് അക്ഷമരായിട്ട് കാത്തിരിക്കുന്ന ഒരു സാധനമാണ് ബിലാല്. സീരിയസ്ലി മാൻ, കൊതി ഉണ്ടാവില്ലേ? റെയർ പീസുകളല്ലേ ഇതൊക്കെ. അപ്പൊ അതങ്ങനെ മിസ്സാക്കേണ്ട ഒരു സാധനമല്ലല്ലോ. ഭീഷ്മപർവം ഓഫ് കോഴ്സ്. ഭീഷ്മപർവത്തിൽ എന്ത് സ്റ്റൈലായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റൈലായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത് ആ മറ്റേ ഫൈറ്റ് സീക്വൻസ്. പുള്ളി മറ്റേ മ്യൂസിക്കിൽ അണ്ണൻ ഒരു നടന്നു വരവുണ്ട്, കാറത മറ്റേ ഡ്രസ്സും മുണ്ടും ഒക്കെ ഇട്ടിട്ട് അവിടെ അങ്ങനെ അമൽനീരത്തിന്റെ ഫ്രെയിമിൽ മമ്മൂക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു കിക്കുണ്ട്, ഗൂസ് ബംസ് ഉണ്ട്. ആൻഡ് ആ ഒരു ഫൈറ്റ് സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സ്റ്റൈലിഷ് ആയിട്ടാണ് ആക്ച്വലി എടുത്തു വെച്ചിരിക്കുന്നത്. സോ അമൽ നീരത്തിന്റെ ഫ്രെയിമിൽ മമ്മൂക്ക വരുന്ന സമയത്ത് അത് വേറെ തന്നെ ഒരു 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 സെറ്റപ്പ് ആണെന്നേ, ചുമ്മാ പറയുന്നതല്ല. യെസ് ഓഫ് കോഴ്സ് ഭീഷ്മയ്ക്ക് ഹൈപ്പ് ഉണ്ടായിരുന്നു. ഭീഷ്മ എന്താ പറയാ, പോസിറ്റീവ് വന്നൊരു പടമാണ് ഭൂരിഭാഗവും. പക്ഷേ അമൽ നീരദിന് അതിന്റെ മേളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. സ്ക്രിപ്റ്റ് വൈസിൽ കുറച്ചും കൂടിയും കൊണ്ടുവരാൻ വേണ്ടി പറ്റും. കുറേയും കൂടിയും ആ ക്യാരക്ടറിനെ കുറേയും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് അതിനുള്ളൊരു കെൽപ്പ് ആക്ച്വലി ഉണ്ട്. മനസ്സിലായ? അപ്പൊ ആരൊക്കെ വന്നാലും ബിഗ് ബി എന്ന് പറയുന്ന സാധനം അത് അവിടെ താഴെ തന്നെ ഇരിക്കുന്നു പറയുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബി ഇസ് ബിഗ് ബി. അതിൻ്റെ അകത്തുള്ള ഓരോ ഡയലോഗ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും കൊച്ചു പിള്ളേര് വരെ ആ സിനിമയത്തെ ഡയലോഗ്സ് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ആ ഒരു ശബ്ദമൊക്കെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട്. കൊച്ചു പഴയ കൊച്ചൊന്നുമല്ലെന്ന് പറയാം, പക്ഷെ ബിലാല് പഴയ ബിലാല് തന്നെ. അതേപോലെ തന്നെ ഏത് ഉമ്മാന്റെ ഗർഭപാത്രത്തിലാണെങ്കിലും പൊക്കിയിരിക്കും. അങ്ങനെ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അത് മമ്മൂക്കയുടെ വോയിസിലും കൂടിയും അത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അത് ഒന്നാമത് ഭയങ്കര ബാസല്ലേ. അത് അതാ പറയുന്നത്. ബിലാൽ വരുന്ന സമയത്ത് ഇത് ചിലപ്പോ ഹെയ്റ്റേഴ്സ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ഹെയ്റ്റേഴ്സ്, പൊട്ടന്മാർ, വിവരം കെട്ട ദോഷികൾക്ക് ചിലപ്പോ ഇതൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് കുരുകൊട്ടി ഒലിച്ച് കടമുണാന്ന് നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഐ ഡോണ്ട് കെയർ. പക്ഷെ ഞാൻ ഫാക്ട് ആണ് പറയുന്നത്. ബിഗ് ബി എന്ന് പറയുന്ന ഒരു വേറെ ലെവൽ സാധനം, വേറെ മൂഡാണ് അത്. അതിന്റെ ഡയലോഗ്സും പരിപാടികളൊക്കെ അതിന്റെ അടുത്തൊരു ഭാഗം വരുന്ന സമയത്ത് ഭീഷ്മയ്ക്ക് കിട്ടിയതിനെക്കാട്ടിലും ഒരുപാട് പടിമേളിലുള്ള ഒരു പരിഗണന, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും മേളിലുള്ള ഒരു ഹൈപ്പ്, അല്ലെങ്കിൽ അതിന്റെ മേളിൽ ആക്ച്വലി നിൽക്കും അതിന്റെ ബുക്കിങ്ങും ആൾക്കാരുടെ പ്രതീക്ഷയും കാര്യങ്ങളും ഒക്കെ. കാരണം നമ്മൾ ഓൾറെഡി ബിഗ് ബി കണ്ടാണല്ലോ. കൾട്ട് ഫോളോയിങ് ആ മോനെ. അപ്പോ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ബിഗ് ബി. ഞാനിപ്പോ ഇത് ആക്ച്വലി ഇതും കൂടി ചേർത്തി പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോ ഇന്നാണ് ഒരു പുതിയ പടം പുള്ളി അനൗൺസ് ചെയ്തത്. അതിൽ നെസ്ലിനും ഒക്കെ ഉണ്ട്. അപ്പോ ഓൾറെഡി 2 ദിവസം മുമ്പ് ബിഗ് ബി കണ്ട സമയത്ത് വേറൊരു കണ്ടന്റാണ് ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിഗ് ബി സിനിമയെ കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഗാങ്സ്റ്റർ സിനിമകളെ കുറിച്ചിട്ടുള്ള എന്റെ ചില ആഗ്രഹങ്ങളെ കുറിച്ചിട്ടും അങ്ങനെ കുറെ സംസാരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു ആക്ച്വലി ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ അത് സ്കിപ്പായി പോയതിൽ ഇപ്പോ എനിക്ക് വിഷമവുമില്ല. കാരണം ഇപ്പോ ഈ പുതിയ ഒരു സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് അതിന്റെ താഴെ ആൾക്കാർ വന്നിട്ട് വേർ ഈസ് ബിഗ് ബി എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ആ ഒരു സംഗതി ആക്ച്വലി ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൂടി കോയിൻസിഡന്റ് ആയിട്ട് വന്നു. 2 ദിവസം മുമ്പ് ഞാൻ ബിഗ് ബി കണ്ടൊരു ചൂടിലിരിക്കുന്നു. അതിനുശേഷം ഇപ്പൊ പുള്ളി പുതിയ വേറൊരു പടം അനൗൺസ് ചെയ്യുന്നു. അത് ബിഗ് ബിയോ ബിലാലോ തേങ്ങയൊന്നും അല്ല. അപ്പൊ അതിന്റെ താഴെ വന്ന് വേർ ഈസ് ബിഗ് ബി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ചോദിക്കുന്നു. അപ്പൊ ഇതും കൂടി ചേർത്തിയിട്ട് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും ഞാനിപ്പോ സന്തോഷിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ വരട്ടെ. ഏതായാലും മമ്മൂക്ക ക്യൂബ്സ് എന്റർടൈൻമെന്റ് ആ പടം ഖാലിദ് റഹ്മാനെ ഭയങ്കര വിശ്വാസമാണ്.
ഇപ്പൊ ലാസ്റ്റ് വന്ന ആലപ്പുഴ ജിംഖാനയാണെങ്കിലും മിക്സ് ആണ് അഭിപ്രായം. പക്ഷെ മോനെ അത് 100 കോടി കളക്ട് ചെയ്തു. ഞാൻ ആ കോടിക്കണക്കിനെ കുറിച്ചിട്ടല്ല പറയുന്നത്, ആൾക്കാർ പോയി കണ്ടാലാണല്ലോ ഈ 100 കോടി വരുന്നത്. അപ്പൊ ആ ഒരു മാസ് അപ്പീൽ ഉണ്ട്, നോട്ട് മാസ് അപ്പീൽ, ഒരു 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 തിയേറ്ററിലേക്ക് ഇടിച്ച് കയറാനുള്ള ഒരു അപ്പീൽ ഉണ്ട് ആ പടങ്ങൾക്കൊക്കെ. ആൻഡ് ഖാലിദ് റഹ്മാൻ നോസ് ഹൗ ടു എന്താ പറയുക ഹാൻഡിൽ ദ ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ മൂവി മുമ്പോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യണം, പുള്ളിക്ക് ധാരണ ആക്ച്വലി ഉള്ള ഒരു നല്ല അടിപൊളി ഫിലിം മേക്കറാണ്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരാൻ കെൽപ്പുള്ള ഒരു ഒരു ഡയറക്ടറാണ് ഖാലിദ് റഹ്മാൻ. അപ്പോ ആ ഖാലിദ് റഹ്മാന്റെ ഡയറക്ഷനിൽ ബഡ പ്രൊഡക്ഷൻ കമ്പനി ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ്, നമുക്കറിയാം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് മാർക്കോ. അപ്പൊ അവരുടെ പ്രൊഡക്ഷനിൽ മമ്മൂക്ക നായകനായിട്ട് വരുന്ന പടം എന്നൊക്കെ പറയുന്ന സമയത്ത് അത് അന്ന് അവര് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ആൾക്കാർ അതിനെ കുറിച്ച് ചർച്ച ചെയ്തതാണ്. അതിന് ആ സമയത്ത് തന്നെ ഒരു ഹൈപ്പ് ഒന്ന് കയറി, ഒന്ന് അതിന്റെ ഒരു 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 ലെവല് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായ ഒരു ഇമ്പാക്ട് ഒന്ന് ചെറുതായിട്ടൊരു മിന്നായം പോലെ കാണിച്ചു തന്നിട്ട് പോയൊരു ഒരു ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു അത്. അപ്പോ ഇനി കാര്യമായിട്ട് അതിന്റെ അപ്ഡേറ്റുകളും പരിപാടികളൊക്കെ മുമ്പോട്ട് പോണതിനനുസരിച്ചിട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം അങ്ങനെ ഒരു ലെവല് സാധനം വരുന്ന സമയത്ത് മമ്മൂക്കിക്ക് കിട്ടുന്നൊരു അക്സെപ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോ ലാലേട്ടന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ ആറാട്ട്, മോൺസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് തൊലിഞ്ഞ കുറെ പപ്പടം പൊട്ടിയ പടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ ഫാൻസ് നിരാശരായിരുന്നു. ആസ് എ ന്യൂ എന്താ പറയാ, ഞാനാണെങ്കിലും നിരാശനായിരുന്നു ആ സമയത്ത്. പക്ഷെ ലാലേട്ടന് തുടരും കിട്ടി. തുടരും എന്ന് പറയുന്ന ഒരു ഫാമിലി ഓഡിയൻസിന് അപ്പീലുള്ള ഒരു സാധനമാണ്, പ്ലസ് മാസിന് മാസം കിട്ടി. അപ്പൊ ലാലേട്ടൻ അവിടെ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സിനിമ ആക്ച്വലി കേട്ടി വന്നു, ചെയ്യാൻ പറ്റി, നമ്മൾ കണ്ടു, ആസ്വദിച്ചു, ഗംഭീര പടം. മമ്മൂക്കയുടെ കേസിൽ ഗംഭീര സിനിമകൾ പുള്ളി ചെയ്തു, ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്തു, നമ്മുടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി. മമ്മൂക്ക എന്ന് പറയുന്ന നടൻ നമ്മളെ അതിശയപ്പെടുത്തി. അപ്പോഴും സ്നേഹം കൂടി പുള്ളിയോട്. പക്ഷെ മിസ് ചെയ്തൊരു സാധനം എന്ന് പറയുന്നത് ഒരു 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 മാസ് ഓറയിൽ വരുന്ന ഒരു ഒരു സിനിമ, കിടിലൻ ക്യാരക്ടർ, കിടിലൻ സ്ക്രിപ്റ്റ്. ഞാൻ എടുത്തെടുത്ത് കിടിലൻ ക്യാരക്ടർ, കിടിലൻ സ്ക്രിപ്റ്റ് എന്ന് പറയാൻ കാരണം കിടിലൻ ക്യാരക്ടറായിട്ട് തൊലിഞ്ഞ സ്ക്രിപ്റ്റ് ആയാൽ പോയി. അപ്പൊ കിടിലൻ ക്യാരക്ടറും കിടിലൻ സ്ക്രിപ്റ്റും ആയി കഴിഞ്ഞു കഴിഞ്ഞാലാണ് മമ്മൂക്കിക്ക് അവിടെ ഒരു വെയിറ്റ് വരിക, അല്ലെങ്കിൽ ആ പടത്തിന് ഒരു 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 വെയിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം വരിക. ആൾക്കാർ അടിച്ചൂത്തി കയറണ്ടേ. അപ്പൊ അങ്ങനെ ഒരു മാസ് ഓറയിൽ നിൽക്കുന്ന ഒരു സാധനം കാണണം എന്ന് വളരെ ആത്മാർത്ഥമായ ആഗ്രഹം ആക്ച്വലി ഉണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലൂടെ സംഭവിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുന്നത്. വരട്ടെ, സംഭവിക്കട്ടെ. എനിക്ക് ജയിലറും അതേപോലെ ഈ നെൽസണും ലോകേഷ് കനകരാജും ഒക്കെ രജനീകാന്തിനെ വെച്ചിട്ടും വിജയനെ ഒക്കെ വെച്ചിട്ട് പടം എടുക്കുന്ന സമയത്ത്, ഇപ്പൊ റോളക്സിനെയൊക്കെ ലോകേഷ് വിക്രത്തിലൊക്കെ പ്രസന്റ് ചെയ്തത് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായ ഒരു കൊതി തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എടോ നമ്മുടെ മലയാളത്തില് അടിപൊളി സ്റ്റോറി എഴുതാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാർ ആക്ച്വലി ഉണ്ട്. ഭീകര ഇവിടെ കഥകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള കഥകളും, അല്ലെങ്കിൽ ഭയങ്കര തലയുള്ള ജന്മങ്ങളാണ് നമ്മുടെ എന്താ പറയാ സിനിമയിലുള്ള റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ പ്രസന്റ് ചെയ്യാൻ അറിയാവുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബിഗ് സ്കെയിലിൽ വരുന്ന ബിഗ് ക്യാരക്ടേഴ്സ്, അങ്ങനെ അവരൊക്കെ ഇപ്പൊ ലോകേഷും നെൽസണും ഒക്കെ അവരുടെ സൂപ്പർ സ്റ്റാർസിനെ പ്രസന്റ് ചെയ്യുന്ന പോലെ നമ്മുടെ മമ്മൂക്കനെ ലാലേട്ടനെയൊക്കെ ഒന്ന് പ്രസന്റ് ചെയ്യുന്നത് കാണാനുള്ള ഒരു ആഗ്രഹം ആക്ച്വലി ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മമ്മൂക്ക ലാലേട്ടനൊക്കെ ആ റേഞ്ചിൽ, നെൽസണൊക്കെ ചെയ്യുന്ന പോലത്തെ പടത്തില്, അല്ലെങ്കിൽ ലോകേഷ് ഒക്കെ ചെയ്യുന്ന പോലെ പടത്തിൽ ഇവര് മെയിൻ പരിപാടിയൊക്കെ ആയിട്ട് വരുന്ന സംഗതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ എന്ത് ലെവലായിരിക്കും, എന്ത് ആവേശമായിരിക്കൂലേ. അവിടെ തമിഴ്നാട്ടിലൊക്കെ ആയിക്കോട്ടെ, ഇപ്പൊ നമ്മളായിക്കോട്ടെ, തമിഴ് ആക്ടേഴ്സിന് ഇപ്പൊ നമ്മള് എന്താണ് വിജയ്, അജിത്, സൂര്യ, ഇവരെയൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അവര് ചെയ്യുന്ന, അവരെ വെച്ച് അവിടുത്തെ സംവിധായകര് ചെയ്യുന്ന അതേ സാരം നമ്മളെ നടന്മാരെ വെച്ചിട്ട് ഇവിടെ ആരെങ്കിലും ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ എത്രത്തോളം അത് എൻജോയ് ചെയ്യുന്നു. ഇപ്പൊ ജയിലർ വരുന്നുണ്ട്, അതില് ലാലേട്ടൻ ഉണ്ട്. ഓഫ് കോഴ്സ് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള പരിപാടി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു.
അപ്പോ ദേ ആർ പ്രസന്റിങ് ദ സൂപ്പർ സ്റ്റാർസ്. ഇപ്പൊ ജയിലറിൽ എന്താ രജനീകാന്ത് അടിച്ച് പറപ്പിക്കുക അല്ലെങ്കിൽ ഭയങ്കര ശാരീരികമായിട്ട് അനങ്ങിക്കൊണ്ടൊന്നും പണിയെടുക്കുന്നൊന്നുമില്ല. പക്ഷെ നെൽസൺ നോ ഹൗ ടു കുക്ക്, അല്ലെങ്കിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം സ്റ്റൈലായിട്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഒരു ഇരുത്തത്തിലും നടത്തത്തിലും തന്നെ നമുക്ക് കൈയടിക്കാനുള്ള കോരിത്തെരിപ്പിക്കാനുള്ള വകുപ്പ് അവരുണ്ടാക്കി തരുന്നുണ്ട്. അപ്പോ ഇവിടെയും അതൊക്കെ സംഭവിക്കണം. അങ്ങനെയുള്ള പടങ്ങളും സംഭവിക്കണം. നല്ല സ്റ്റോറിയുള്ള നല്ല നല്ല സിമ്പിൾ പടങ്ങൾ അല്ലെങ്കിൽ ചെറിയ ക്യാൻവാസിൽ വരുന്ന സിനിമകൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. വി അപ്രിഷിയേറ്റ് ദാറ്റ്. പക്ഷെ ഇടയ്ക്ക് നമുക്ക് വലിയ ക്യാൻവാസിൽ വരുന്ന അങ്ങനെയുള്ള മാസ് ഓറയുള്ള ക്യാരക്ടേഴ്സ് മാത്രം പോരാ. ആ മാസ് ഓറയുള്ള ക്യാരക്ടേഴ്സ് പ്ലസ് ബിഗ് അടിപൊളി ചിട്ടിരൻ സ്ക്രിപ്റ്റോട് കൂടിയിട്ട്, കഴിവില്ലാത്ത ആൾക്കാരൊന്നുമല്ലോ, നല്ല സ്ക്രിപ്റ്റ് എഴുതാൻ കഴിവുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്ക്രിപ്റ്റും കൂടി ഒത്തുചേരുന്ന ലെവലിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വരും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ബൈ.